നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചാലാക്ക മെഡിക്കൽ കോളേജിന്റെ അടുത്ത് സന്തോഷേട്ടന്റെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ 4 പശുക്കളും അതിന്റെ കുട്ടികളുമാണുള്ളത്. പിന്നെ വീടിനോട് ചേർന്നുള്ള ഈ ഒരു പശുത്തൊഴുത്തിൽ ജേഴ്സിയും HF ക്രോസും ഒക്കെയാണ് ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പശുത്തൊഴുത്ത് ഇത്ര വൃത്തിയായി വീഴ്ചയില്ലാതിരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. സന്തോഷേട്ടൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പാലിന്റെ 3/4 ഭാഗവും സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. എന്നാൽ പോലും വളരെ വിജയകരമായിട്ടാണ് ഈ പശു വളർത്താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനും ഒരു കാരണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സന്തോഷേട്ടന്റെ പശു വളർത്തലാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സന്തോഷേട്ടൻ. ചേട്ടയുടെ പറമ്പി ഫാമിലേക്ക് സ്വാഗതം. അപ്പോൾ എത്ര നാളായിട്ടാണ് ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട്? 35 വർഷമായി. 35 വർഷമായി. ഈ ഒരു കാർഷിക മേഖല തന്നെയായിരുന്നു ചേട്ടൻ്റെ? പശു വളർത്തലായിരുന്നു ആദ്യം, അതോ മറ്റു കൃഷികളുണ്ടായിരുന്നോ? മറ്റു കൃഷികളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പശു വളർത്തൽ തന്നെയാണ്. പശു വളർത്തലാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ അങ്ങോട്ട് നീക്കാം. നമുക്ക് ഈ കുട്ടൻ കുറുമാണാള്. ഇതിനൊന്നും ചെയ്യില്ല, മറ്റേരിയലൊക്കെ ഓടുക്കണത്. ഇവിടെയുള്ളപ്പോൾ ജേഴ്സിയും 2 ജേഴ്സിയും HFന്റെ ക്രോസും. ഇതിപ്പം എത്ര ലിറ്റർ പാലുള്ള പശുക്കളാണ്? ഇതൊരു 10 ലിറ്റർ ഉണ്ട്. അത് ഒരു 6 ലിറ്റർ ഉള്ളൂ. മറ്റേത് ഇപ്പൊ 4 മാസം ചെനയാണ്. എന്നാലും ഒരു 5 ലിറ്റർ പാല് രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ ഒരു 3 ലിറ്റർ ഉണ്ട്. 3 ലിറ്റർ ഉണ്ട്. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പശുക്കളാണ് നമുക്കിപ്പോ? 3 എണ്ണം കറവയുള്ളത്. പിന്നെ കുട്ടികളോ? കുട്ടികൾ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണപ്പുറത്തേക്ക് ഉണ്ട്. അത് അവള് നിക്കണതിന്റെ അപ്പുറത്തുണ്ട് ഒരെണ്ണം. അതെന്നെ കുട്ടിയത്. ഈ ഒരു നേരം കഞ്ഞിയുണ്ട്. പിന്നെ കേസും സോയാ തവിടും. ഏതാ വിശപ്പ് മാറാൻ വേണ്ടി കൊടുക്കുന്നതാണ്. തടിക്ക് വേണ്ടി പാലിന് കേസ് മാത്രം കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോ നമ്മുടെ കേസും കഞ്ഞിയും ഇപ്പൊ ഇതിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി, ഒരു ഹെൽത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ നമ്മുടെ പല്ലറ്റിന്റെ കൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്? അതെ, പല്ലറ്റിന്റെ കൂടെയാണ് എല്ലാം. കഞ്ഞിയും കേസും ഇതും പല്ലറ്റും കൊടുക്കും. അപ്പൊ കഞ്ഞി എന്തോരം കൊടുക്കും നമ്മളപ്പോ? കഞ്ഞി പറഞ്ഞതിന് ഒരു 1/2 കിലോ അരിയുടെ കഞ്ഞി. 1/2 കിലോ കഞ്ഞി ഒരു നേരമുള്ളൂ. നേരത്തെ മുതൽ ചേട്ടൻ കൊടുത്തു തുടങ്ങി? ആദ്യം ഇവിടെ വളർത്തുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാരണം സാധാരണ ഡോക്ടേഴ്സ് പറയും നമ്മൾ കഞ്ഞി കൊടുക്കാൻ പാടില്ലെന്നൊക്കെ പറയാറുണ്ട്. അത് ശരി. അതെ, എല്ലാത്തിനും കൊടുക്കും. അതിന് നേരത്തെ തുടങ്ങി ഇത്ര ഉള്ളപ്പോൾ തുടങ്ങി ഇതിനൊക്കെ കൊടുത്ത് ശീലിപ്പിക്കും. ഇപ്പൊ എത്ര നാളായി കുട്ടി? 2 മാസം ആവണുള്ളൂ. 2 മാസം ആവുന്നുള്ളൂ. ഇതിപ്പോ പുല്ലൊക്കെ നമ്മൾ എങ്ങനെ ഇവിടെ പുറത്തേക്ക് കൊണ്ടുപോകണോ? ഇല്ല, 24 മണിക്കൂർ ഇതിനകത്ത് തന്നെ കെട്ടിട്ട് വളർത്തണം അല്ലേ? കാരണം പുറത്തേക്ക് ഇപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് കടക്കടി 5 മിനിറ്റ് നിക്കണം. പിന്നെ റോഡ് സൈഡാണ്, കെട്ടാൻ സ്ഥലമില്ല. അപ്പൊ ഇങ്ങനെ നേരത്തെ മുതൽ ഇങ്ങനെ കെട്ടി അട്ടയാണ്. ഓക്കെ, ഇപ്പൊ മഴയല്ലേ? മഴയുണ്ടല്ലേ? പുല്ലൊക്കെ ഞങ്ങൾ പോയി അറുത്ത് വണ്ടി 2 വീലറിന് കൊണ്ടുവരും. 2 വീലറിന് ചേട്ടൻ 2 വീലറിന് കൊണ്ടുവരും. പിന്നെ കച്ചിയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലല്ല, പെരയുടെ മുകളിലാണ്. കൂടുതൽ പുല്ലാണ് നമ്മളിപ്പോ കൊടുക്കണേ? പുല്ല് ഇപ്പൊ മഴ കാരണം കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഈ വെള്ളം കെട്ടി ചീഞ്ഞിടക്കുകയാണ്. കൂടുതലും പുല്ലാണ് കൊടുത്തിരുന്നത്. മഴക്കാലമായിട്ട് വൈക്കോലാണ് കൊടുക്കുന്നത്. പിന്നെ ഇടക്ക് കൊടുക്കും. ഈ പുള്ളിക്കാരിക്ക് പാടുള്ളപ്പോ പോയി വെട്ടും. അപ്പൊ ഞാൻ പോയി കൊണ്ടുവരും. ചേട്ടനും ചേച്ചിയും കൂടിയാണോ പശു വളർത്തൽ? അതെ, വേറെ. അപ്പൊ ഇവിടെ എങ്ങനെയാ പശുവിന്റെ വളർത്തൽ? എങ്ങനെയാ നമ്മള് പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുവാണോ? പുറത്തുനിന്ന് വാങ്ങിയത് ഒരെണ്ണുള്ളൂ. ഇവിടെ പെറ്റുണ്ടായതാണ്. ഇതിപ്പോ ഒരുപാട് പ്രായമുള്ള പശുണ്ട് ഇവിടെ? 3-4 പ്രസവം കഴിഞ്ഞിട്ട്? 3-4 പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. കൂടുതൽ എത്ര പ്രസവം വരെ നമ്മൾ നിർത്തും? അപ്പൊ മറ്റു കുട്ടികൾ പ്രസവിക്കാറാവുമ്പോ ഇവരെ കൊടുക്കും. അപ്പൊ 3 എണ്ണം ഇതിൽ നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉള്ളൂ. ശരിയാണ്. ഇവിടെ കുറച്ച് ഇത് എന്തോരം സെന്റ് സ്ഥലം കാണും? ഒരു 1/2 സെന്റ് കാണും. 1/2 സെന്റ് ഉണ്ടാവും. 1/2 സെന്റ് ഉണ്ടാവും. അതിലാണ് ഇപ്പൊ 5-6 പശുക്കൾ അല്ലേ? ഇപ്പൊ 4 എണ്ണം നിൽക്കുന്നുണ്ട്. 3 എണ്ണം 2 കുട്ടികളും നിൽക്കുന്നുണ്ട്. ടോട്ടലി പറഞ്ഞത് 6 പശു. അപ്പം എങ്ങനെയായിരുന്നു വേസ്റ്റ് മാനേജ്മെന്റ്? നല്ല ക്ലീൻ ആയിട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. സാധാരണ സ്മെല്ല് അങ്ങനെയൊന്നും ഇവിടെ? ഇതിന്റെ വേസ്റ്റ് പോകുന്നത് നേരെ ഇപ്പൊ അപ്പുറത്തെ പറമ്പിലേക്കാണ് പോകുന്നത്. ചാണകം മൂത്രം പശു ഒഴിച്ചാലും നേരെ പറമ്പിലേക്ക് പോയിക്കോളൂ. പൈപ്പിട്ടിട്ടുണ്ട്. ചാണകം നമ്മൾ വാരി കൊണ്ടുപോയി കളയണം. കൊറേയൊക്കെ മഴയത്ത് പോകും. വേറെ പറമ്പാണ്. ചാണകം ഉണക്കി വെക്കുന്നില്ല? ഇല്ല, ഉണക്കലൊന്നുമില്ല.
അങ്ങനെ ഒരു സജ്ജീകരണം ഉണ്ടല്ലോ വേസ്റ്റിന് വേണ്ടി. കഴിഞ്ഞിട്ടില്ല, പക്ഷെ നല്ല ക്ലീൻ ആയിട്ട്. ഞാൻ കാരണം ചോദിക്കാൻ കാരണം വേറെ നല്ല ക്ലീൻ ആയിട്ട് നല്ല വേസ്റ്റ്, ഒരു വേസ്റ്റ് പോലും ഇല്ല. അതെല്ലാവരും വരുമ്പോ പറയും ഇവിടുത്തെ തൊഴുത്തിന്റെ അടുത്തൊന്നും മണം ഉണ്ടാവൂല ഒന്നുമില്ലാന്ന്. കാരണം അതേപോലെ കുളിപ്പിച്ച് വൈകിട്ട് ഒരു 10 മണി 9:30 ആകുമ്പോ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് മരുന്നൊക്കെ തളിച്ച് കൊതുകുതിരിയൊക്കെ ഫാനിട്ടൊന്നും കാര്യമൊന്നുമില്ല, കൊതുകൊന്നും പോണില്ല. ഞാൻ കാര്യം ചോദിച്ചു, ഇപ്പൊക്കെ മഴക്കാലമാണ്, അപ്പൊ ഈ കൊതുക് അങ്ങനെ ഈ കൊതുക് ഭയങ്കര ശല്യം. അപ്പൊ അതിന് വേണ്ടി എന്തെങ്കിലും ചേട്ടൻ എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഇപ്പൊ സാധാരണ തിരിയൊക്കെ തിരി കത്തിച്ചേക്കും, പിന്നെ മരുന്ന് തളിക്കും. മരുന്ന് ചേട്ടൻ റീവ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ഈച്ച ആ മരുന്നിന്റെ ടീന്ന് കിട്ടുന്നു അടി കിടപ്പുന്നത്. അത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 മില്ലി ഒഴിച്ച് സ്പ്രേ. ആ പമ്പും എടുത്തോ, ചെറിയ പമ്പുണ്ട് 1 ലിറ്റർ, ചെറിയ ലിറ്ററിന്റെ പമ്പുണ്ട്. അല്ലല്ല, നമ്മള് വളക്കടയിൽ നിന്ന് ഈ നമ്മള് രാസവളം വെക്കുന്നത്. ഇത് അല്ലേ, ഇത് പശുക്കൾ കഴിച്ചിട്ട് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും സിനിമയൊക്കെ അടിക്കും, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എങ്ങനെയാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഞങ്ങക്ക് വേണ്ടി. ഇത് 20 മില്ലി 1 ലിറ്റർ വെള്ളം, 1 ലിറ്ററിൽ കൊള്ളുള്ളൂ. 20 മില്ലി മരുന്ന് ഒഴിച്ചിട്ട് ബാക്കി വെള്ളം എന്നിട്ട് ഇതിങ്ങനെ എയർ അടിച്ചാൽ മതി. ഇങ്ങനെ എയർ അടിച്ചാൽ അതിങ്ങളുടെ മേത്ത് തട്ടാത്ത രീതിയിൽ നമ്മളിങ്ങനെ മേത്തും വീഴും, മേത്തും തളിക്കും. നമുക്ക് പശുക്കളൊന്നും കാണാൻ പറ്റുമോ? പിന്നെന്താ, ജേഴ്സി അല്ലേ? അതൊരു 1.5 വയസ്സായിട്ടുണ്ട്, ആവണുള്ളൂ, 1.5 വയസ്സ് ആവണുള്ളൂ. ഇതിന്റെ ഇതിപ്പോ 4ാമത്തെ ചെനയായിട്ട് നിൽക്കുന്നു. അതെ അതെ അതെ. ഇതിന് പിന്നെ വേണമെങ്കിൽ 2-3 പേരും കൂടി നിർത്താം. ആരോഗ്യമുണ്ട്, കുഴപ്പമുണ്ടായിരിക്കും. നീ ഒരു 1.5 കൊല്ലം നീണ്ട് കറക്കുകയും ചെയ്യാം. ഒരു ദിവസത്തെ പറയണോ അല്ലെങ്കിൽ ഒരു നേരത്തെ പറയണോ? ഒരു ദിവസം ഒരു 25 ലിറ്റർ 30 ലിറ്റർ പാല് ഇടക്കുണ്ടാവും. 25 വീടുകളിൽ കുറച്ച് കൊടുക്കണ്ട, ബാക്കി മിൽമേല്. അതെ തന്നെ. ആകെ 4 വീട്ടിലേ കൊടുക്കണുള്ളൂ, ബാക്കി മിൽമേല് കൊടുക്കണം. ഉണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ബാലൻസ് അവിടെ നിർത്തിയാൽ നമുക്ക് മാർച്ച് 30 അവിടെ ക്ലോസ് ചെയ്താൽ മതി. ബാലൻസ് വന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന് ഇന്നലെ സുഖം ഉണ്ടായില്ല, ഇന്നലെ ഡോക്ടർ കൂടുന്ന ഇഞ്ചക്ഷൻ എടുത്ത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. പനിയായിരുന്നു. പെട്ടെന്ന് രാവിലെ കറന്നപ്പോ ഒരു 5 ലിറ്റർ പാല് രാവിലെ കിട്ടണം, 1.5 ലിറ്റർ കിട്ടിയുള്ളൂ. അപ്പൊ എന്താന്ന് മനസ്സിലായില്ല, തീറ്റയും കൂടിയൊക്കെ എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാല് സെയിൽ കഴിഞ്ഞ് വരുമ്പോൾ 9 മണിയാവും. അപ്പോഴാണ് പറഞ്ഞ പശു നിന്ന് തേങ്ങണം. അപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന പാരസിറ്റാമോൾ ഡോളോ 5 കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുവിധ ആശ്വാസമായി. പിന്നെ ഒരു 2 മണി ആവാറായപ്പോൾ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് ഓക്കെ. നമ്മൾ കഴിക്കുന്നതിനെ കൊടുക്കും, ഇപ്പോൾ ഇളക്കത്തിനൊക്കെ വന്നാൽ കൊടുക്കും, പാരസിറ്റാമോൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരെണ്ണം കഴിക്കുമ്പോൾ 5 കൊടുക്കണം. അതെ അതെ അതെ. ഇത് 35 വർഷമായി ഇതിങ്ങനെ ചാർത്തി എടുത്തിട്ട്. മറ്റ് മെയിൻ്റെനൻസ് ഇതൊക്കെ ഈ പൈപ്പുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനോട് അനുബന്ധിച്ചുണ്ടായിട്ട് 18 വെള്ളത്തിനൊക്കെ ഇത് തുരുമ്പ് പിടിച്ച് പോയിട്ട് വീണ്ടും ചെയ്താണിത്. 50-55 രൂപയോളം വരും. അതിന് ശേഷം ഇത് ചെയ്തതിന് മാത്രം 15 രൂപ, ഈ പൈപ്പ് മാത്രം ചെയ്തതിന്. ഇത് പുതിയത് വേറെ ഇട്ടേക്കണതാ, പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയത് ഇട്ടേക്കണതാ. അത് തെങ്ങറുത്തൻ്റെയാണ്. പിന്നെ അതിൻ്റെ മുകളിൽ വേറെ പലകകളുണ്ട്. പഴയ വീട് പൊളിച്ചതിൻ്റെ ജനലും വാതിലും ഒക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ ചൂടടിക്കില്ല. മുകളിൽ ടിൻ ഷീറ്റാണ്. ഈ ഷീറ്റാണ്, ഇതേപോലത്തെ ഷീറ്റ് തന്നെ. പിന്നെ നമ്മൾ ചേട്ടാ സൊസൈറ്റിയിലെ കൊടുക്കണേന്ന് പറഞ്ഞു. സൊസൈറ്റിയിലെ ഒരു കർഷകന്റെ ഒരു ആവശ്യമാണ് നമ്മുടെ സൊസൈറ്റി നിലനിൽക്കുക. അതെ. പിന്നെ ഞാൻ ആ സൊസൈറ്റിയുടെ കീഴിലാണ് ആ പാല് സെയിലിന് പോകുന്നത്. അത് നമുക്കൊരു ചെറിയൊരു വരുമാന മാർഗം സൊസൈറ്റിയുടെ കീഴിൽ തന്നെയാണ്. അത് സൊസൈറ്റി തന്നെ. ആനുകൂല്യം എല്ലാ സബ്സിഡികളും ഉണ്ട്. കാലിത്തീറ്റക്ക് സബ്സിഡി ഉണ്ട്, പാലിൻ്റെ സബ്സിഡി. 1 ലിറ്റർ പാലിന് എങ്ങനെ പോയാലും ഒരു 7-8 രൂപ വെച്ച് 1 ലിറ്റർ പാലിന്
മാർച്ച് 30 വരെ അളക്കണ പാലിന് നമുക്ക് കിട്ടും. മാർച്ച് മാസത്തിൽ കിട്ടുള്ളൂ മാത്രമല്ല, കൊല്ലത്തിൽ. അത് ജില്ലാ പഞ്ചായത്തിന്റെ, ഗ്രാമപഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ, ഈ 3 പഞ്ചായത്തിന്റെയും കൂടിയാണ്. ഒരുമിച്ച് കിട്ടിയപ്പോൾ എനിക്ക് ഇതാണ് 14,700 ചില്ലാൻ രൂപ ഉണ്ടായിരുന്നു. കിട്ടും. അത് ബാങ്കിൽ വരും, നമ്മുടെ അക്കൗണ്ടിൽ വരും. പിന്നെ ചേച്ചിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ജയന്തി. അപ്പൊ ചേട്ടനും ചേച്ചിയും കൂടെ കൂടുതൽ ഒരുമിച്ചാട്ടോ പശു വളർത്തുന്നത്. അതെ. പുള്ളിക്കാരത്തിയാണ്, ചേച്ചിയാണ് കൂടുതലും ഇതിന്റെ കൈകാര്യങ്ങൾ. എന്തായാലും ഒറ്റയ്ക്ക് പശു വളർത്തൽ നടക്കില്ല. രാവിലെ മാത്രം, വെളുപ്പിന് മാത്രം എഴുന്നേക്കുള്ളൂ. സൂലായിന് എനിക്കും ഹാർട്ട് പേഷ്യൻ്റാണ് ഞാനും. ഈ രാവിലെ മാത്രം ഇതെല്ലാം കറന്നു കഴിയുമ്പോഴേ പുള്ളിക്കാരത്തിനെ വിളിക്കുള്ളൂ. അപ്പോൾ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക്സ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സന്തോഷ് ചേട്ടൻ്റെ പശു വളർത്തലാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.